3 ഘട്ട വോട്ടെടുപ്പുകൾ പൂർത്തിയായിട്ടും ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്തതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ കത്തയച്ചു. പോൾ ചെയ്ത വോട്ടുകൾ എത്രയെന്ന് കമ്മീഷൻ പുറത്തുവിടാത്തത് ഞെട്ടിപ്പിക്കുന്നുവെന്ന് പ്രസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. വോട്ടേഴ്സിൻ്റെ വിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ സുതാര്യത ആവശ്യമാണെന്നും കത്തിലുണ്ട്. ബൽറാം നെടുങ്ങാടി ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. വീണ്ടും ബൽറാം, ഏതൊരു സാഹചര്യത്തിലാണ് മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ഒരു കത്തയക്കാൻ തീരുമാനിച്ചത്? SKN ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യ 2 ഘട്ടങ്ങൾ പൂർത്തിയായ ശേഷം ഈ 2 ഘട്ടങ്ങളിലെ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ഒന്നിച്ചാണ് പുറത്തുവിട്ടത്. കൂടാതെ വോട്ടെടുപ്പ് പൂർത്തിയായ ദിവസം വൈകിട്ട് പുറത്തുവിട്ട കണക്കുകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു വർധനവ് ഈ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിരുന്നു ദിവസങ്ങൾക്ക് ശേഷം പുറത്തുവിട്ട ഈ കണക്കിൽ. ഇതിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഇതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഈ വിഷയത്തിൽ, ഒപ്പം തന്നെ എത്ര വോട്ടുകൾ ഇതുവരെ 3 ഘട്ടങ്ങളിലായി പോൾ ചെയ്തു എന്ന കണക്ക് ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുമില്ല. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മല്ലികാർജുൻ ഖാർഗെ മറ്റ് സഖ്യകക്ഷി നേതാക്കൾക്ക് ഒരു തുറന്ന കത്ത് അയച്ചിരുന്നു. ഈ തുറന്ന കത്തിന് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തിലൂടെ തന്നെ മല്ലികാർജുൻ ഖാർഗെയെ കടുത്ത ഭാഷയിൽ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമാണ് ഖാർഗെയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നും ഇത് ആവർത്തിക്കരുത് എന്നതടക്കമുള്ള താക്കീതിന്റെ സ്വരത്തിലായിരുന്നു ഈ കത്ത്. ഇതിന് പിന്നാലെയാണ് 4 മാധ്യമ പ്രവർത്തകരുടെ സംഘടനകൾ ഈ വിഷയത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് അയച്ചിരിക്കുന്നത്. 3 ഘട്ട വോട്ടെടുപ്പുകൾ നടന്നിട്ടും ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടില്ല. 2019 വരെയുള്ള ഒരു രീതി എന്നുള്ളത് ഓരോ ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്ന അന്ന് വൈകിട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ വാർത്താ സമ്മേളനം വിളിച്ച് എത്ര ശതമാനം വോട്ട് രേഖപ്പെടുത്തി, എത്ര ജനങ്ങൾ വോട്ട് ചെയ്തു, കൂടാതെ ഇതിനിടയിൽ പ്രശ്നങ്ങളോ അക്രമ സംഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടാറുണ്ട്. ഇത് മാധ്യമ പ്രവർത്തകർക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി സംവദിക്കാനും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിയും. എന്നാൽ ഇത്തവണ അത്തരത്തിൽ ഉണ്ടാകുന്നില്ല. ദിവസങ്ങൾക്ക് ശേഷം ഈ ശതമാന കണക്കുകൾ മാത്രം പുറത്തുവിടുകയും അത് പിന്നീട് 1-2 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മാറ്റി പുതിയ കണക്കുകൾ പുറത്തുവിടുകയുമാണ് കമ്മീഷൻ ചെയ്യുന്നത്. പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം എത്ര എന്ന് കമ്മീഷൻ പുറത്തുവിടാത്തത് ഞെട്ടിക്കുന്നതും ആശ്ചര്യപ്പെടുത്തുന്നതുമാണ് എന്ന് ഈ കത്തിൽ പറയുന്നു. തെരഞ്ഞെടുപ്പിന്റെ നീതിയെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ് ഈ ഒരു രീതി എന്നുമാണ് കത്തിൽ പ്രസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യയുടെ ലെറ്റർ പാഡിൽ അയച്ച ഈ കത്തിൽ വിവിധ സംഘടനകൾ, ഡൽഹി ജേർണലിസ്റ്റ് യൂണിയൻ അടക്കമുള്ള സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.